തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയാണ്. സംഗമത്തിന് എല്ലാ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് മലയരയ മഹാസഭ, SNDP, NSS തുടങ്ങിയ സംഘടനകൾ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തരാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം അവതരിപ്പിച്ചത്. വിദേശങ്ങളിൽ നിന്ന് ശബരിമലയിലെത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കുവാനും ശബരിമല വികസനം സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുവാനും ഒരു വേദി എന്ന നിലയിലാണ് ആശയം മുന്നോട്ട് വെച്ചത്. ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ ഉയർത്തുക, ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ച് ഭക്തരുടെ നിർദ്ദേശങ്ങളും പിന്തുണയും ഉറപ്പാക്കുക എന്നിവ സംഗമം ലക്ഷ്യമിടുന്നു. ശബരിമല വിമാനത്താവളം, ശബരി റെയിൽപാത, ശബരിമലയുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വികസനം എന്നിവയും ചർച്ചയാകും. കേരളത്തിൽ നിന്ന് 800, തമിഴ്നാട്ടിൽ നിന്ന് 500, കർണാടകയിൽ നിന്ന് 250, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് 750, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് 200, വിദേശത്തു നിന്ന് 500 എന്നിങ്ങനെ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ എണ്ണം. ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പ്രതിനിധികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ആദ്യ സെഷൻ. അവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടും. ഉന്നതാധികാര കമ്മിറ്റി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ നിർദ്ദേശങ്ങളും തേടും. അടുത്ത സെഷനുകളിൽ ഗതാഗതം, തീർത്ഥാടന ടൂറിസം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയെ ആഗോളതലത്തിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ശബരിമല വികസനത്തിലുള്ള ചർച്ചകളുടെയും ആശയ രൂപീകരണത്തിന്റെയും സമയമാണിത്. പഴയ സുവർണാവസരക്കാർക്ക് ഇതിൽ റോളില്ല.